ഗൈസ്, അങ്ങനെ ഗോവയ്ക്ക് ഇവിടെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. രാവിലെ 3 മണിക്കും 4 മണിക്കും എഴുന്നേറ്റ് അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കി യാത്ര ചെയ്യുമ്പോൾ എൻ്റെ പകുതി ഉറക്കവും കാറിലായിരിക്കും. കഴിഞ്ഞ ജൂലൈ 16 കേരളം മുഴുവൻ വേദനയോടെ പ്രാർത്ഥനയോടെ നേരിട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. ആർക്കൊക്കെ അത് ഓർമ്മയുണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അതിനി എൻ്റെ മനസ്സിൽ നിന്ന് പോവില്ല. കാരണം ചിക്ക്മാംഗ്ലൂർ ടു ഗോവ പോകുന്ന വഴിക്കാണ് ആ സംഭവമുണ്ടായ സ്ഥലമുള്ളത്. കർണാടക സ്റ്റേറ്റിലെ ഷിരൂർ എന്ന ഒരു കുഞ്ഞു വില്ലേജ്. 2024 ജൂലൈ 16 ഷിരൂരിൽ വലിയൊരു മണ്ണിടിച്ചിലുണ്ടായി. കോഴിക്കോടുകാരനായ 32 വയസ്സുള്ള അർജുൻ എന്ന ലോറി ഡ്രൈവറിനെ നമ്മൾ മലയാളികൾ വേഗമൊന്നും മറക്കില്ലെന്ന് വിശ്വസിക്കുന്നു. മണ്ണിടിച്ചിൽ നടന്ന സ്ഥലമെത്തുമ്പോൾ ഉറപ്പായും അവിടെ ഇറങ്ങി വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ ഒരു വീഡിയോസ് പോലുമില്ല. ഞാനായിരുന്നു അപ്പോൾ ഡ്രൈവിംഗ്. ഗോദാവരി റിവർ ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തിയപ്പോൾ ന്യൂസിൽ മാത്രം കണ്ട ആ സ്ഥലം ഞാൻ ദൂരെ നിന്നേ കണ്ടു. കാർ അവിടെ നിർത്താനോ സ്ലോ ഡൗൺ ചെയ്യാനോ എനിക്ക് തോന്നിയില്ല. അത്രയും നേരം അവിടെ ഇറങ്ങി വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. സ്ഥലമെത്തിയപ്പോൾ അവിടെ ഇറങ്ങാൻ മനസ്സ് സമ്മതിച്ചില്ല. കാരണം ഇന്നും മണ്ണിടിച്ചിൽ നടന്ന സ്ഥലം അതുപോലെ അവിടെ കാണാം. മണ്ണിടിഞ്ഞ് ഗോദാവരി റിവറിൽ ഫോം ചെയ്ത മൺകൂമ്പാരം ഇപ്പോഴും ഒരു ഐലൻഡ് പോലെ അവിടെ തന്നെയുണ്ട്. ന്യൂസിൽ മാത്രം കണ്ട സ്ഥലം നേരിട്ട് കണ്ടപ്പോൾ പറയാനറിയില്ല ഫ്രണ്ട്സ്, വല്ലാത്തൊരു ഫീലായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തിയില്ല, വീഡിയോയും എടുത്തില്ല. കുറച്ചു നേരത്തെ കാട് യാത്രയ്ക്ക് ശേഷം ഗോവ കർണാടക ബോർഡറിൽ കുറച്ച് കടകളുണ്ടായിരുന്നു. അവിടെ നിന്നൊരു ഗ്ലാസ് ചായയും കുടിച്ച് ഞാൻ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വീണ്ടും കാടിനുള്ളിൽ കൂടി ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്തു. വരുന്ന വഴിക്ക് കുറേ ആക്സിഡൻറ്റ്സ് കണ്ടു. വണ്ടിക്ക് സൈഡ് കൊടുത്തു, ഡ്രൈവർ ഉറങ്ങിപ്പോയി. അങ്ങനെ പല കാരണങ്ങൾ. കാടിൻ്റെ അകത്തുകൂടിയാണ് യാത്ര മുഴുവൻ. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. ഇനി കുറച്ച് നേരം അപ്പന് റെസ്റ്റ് കൊടുക്കാം, ഞാനാവാം ഡ്രൈവിംഗ്. അങ്ങനെ ഞാനും അനിയത്തിയും കൂടി ഓരോന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ യാത്ര മുന്നോട്ട് നീങ്ങി. നമ്മളിപ്പോൾ പോകുന്നത് ബാംഗ്ലൂരിലേക്കാണ്. ബാംഗ്ലൂർ എന്ന വലിയ നഗരത്തിൽ കാലെടുത്ത് വെച്ചപ്പോൾ അതിശക്തമായ മഴ. വെറും മഴയല്ല, കൽമഴ. കൽമഴ അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ? വരൂ ഫ്രണ്ട്സ്, കാണിച്ചു. കൽമഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് കല്ലല്ല ഫ്രണ്ട്സ് വീഴുന്നത്, കുഞ്ഞു കുഞ്ഞു ഐസ് ബോൾസ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അതാണ് കൽമഴ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫൈനലി ഞങ്ങൾ റൂമിലെത്തി. അപ്പം നമ്മളിനി കഴിക്കാൻ പോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.